കൃഷിയിലേക്ക് ഇറങ്ങുന്നവർ പല തരത്തിലാണ്. കൃഷി ഒരു ജീവിതമാർഗമായി സ്വീകരിച്ചവരുണ്ട്, മറ്റു തൊഴിലിനൊപ്പം കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട്. എന്നാൽ പുതിയ തലമുറ മൊബൈലിലൂടെ ലോകം കാണുമ്പോൾ കൃഷിയെ പരിപാലിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഈ കുടുംബം. ലോകത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക പാരമ്പര്യത്തിന് ഒരു പുത്തൻ ഉണർവും ഈ കുടുംബം നൽകി. എൻ്റെ പേര് യശോധരൻ. ഇത് എൻ്റെ വൈഫാണ്. അരുണാചലിൽ നിന്നാണ് വിവാഹം ചെയ്തത്. അവർക്ക് കൃഷിയെക്കുറിച്ച് നല്ല താല്പര്യമുണ്ട്. ഞാൻ തെക്കേക്കര പഞ്ചായത്തിൽ 14-ാം വാർഡിൽ താമസിക്കുന്ന അംഗമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഈ കൃഷി ചെയ്യുന്ന ഇവർക്ക് താല്പര്യം അനുസരിച്ചിട്ട് ഞാനും ഭാര്യയും ഈ 2 കുഞ്ഞുങ്ങളുടെയും സപ്പോർട്ടിലാണ് ഇത്രയും ഐറ്റംസ് ഇവിടെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 27 ഐറ്റത്തോളം ഉണ്ട്. ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഏത്തക്കൊല, വാളാന്തോടൻ, അങ്ങനെ ഉള്ള 5 വിധത്തിലെ കൊലകൾ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ വഴുതനങ്ങ എന്ന് പറയുന്നത് പല സൈസിൽ അവിടുന്ന് കൊണ്ടുവന്നതും ഇവിടെ ഉള്ളതും ഉണ്ട്. വഴുതനങ്ങ ഉണ്ട്. പിന്നെ വേറൊരു സൈസ് വഴുതനങ്ങ ഉണ്ട്. അത് ചെറിയ നമ്മുടെ നെല്ലിക്ക മാതിരിയേ ഇരിക്കത്തുള്ളൂ. അത് അവിടുന്ന് കൊണ്ടുവന്നത് അതും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ തക്കാളിക്ക, നാടൻ ചീര, പിന്നെ ഇത് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒന്നും കൃഷി ചെയ്യാത്ത ഒരു സാധനമാണ് മൂളി എന്ന് പറയുന്നത്. അതാണ് എൻ്റെ വൈഫിൻ്റെ കയ്യിലിരിക്കുന്നത്. മൂളിയുണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, പിന്നെ എന്തുവാ മുട്ടക്കോസിൻ്റെ എന്തുവാ പറയാൻ പത്തക്കോസ്, കാബേജ്, അത് ഗാജർ, അല്ലെങ്കിൽ ക്യാരറ്റ് എന്ന് പറയും. അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ, കായായി തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ കീര അല്ലെങ്കിൽ കുക്കമ്പർ എന്ന് പറയുന്നതും അതും അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു സബ്ജിയാണ് നമ്മൾ എന്താ പറയുന്നത്, ഓമയ്ക്ക എന്ന് പറയുന്നത്. അത് വേണ്ട 10 മൂടോളം ഓമയ്ക്ക ഉണ്ട്. അത് ഓമയ്ക്ക ഉണ്ട്, നാരങ്ങയുണ്ട്, ചോളമുണ്ട്. ഇതുവരെ ഇതുവരെ ചെയ്യുന്നതെല്ലാം നമ്മൾ ഇവിടെ അങ്ങ് വിലക്കല്ല, അങ്ങനെ ആർക്കാന്ന് വെച്ചാൽ അന്നേരം അങ്ങനെ അങ്ങ് കൊടുക്കും. വഴുതനങ്ങ ഈ ഏരിയയിലുള്ളവർക്കെല്ലാം നമ്മൾ കൊടുത്തു. ഒരുപാട് വിളവെടുത്തിട്ടുണ്ട്. ഇതിപ്പം 3 വർഷമാകുന്നു. അപ്പോൾ അതുകൊണ്ട് വാഴയായി, മുരിങ്ങയുണ്ട്. അങ്ങനെ ഇല്ലാത്ത ഐറ്റം ഒന്നുമില്ല. അപ്പോൾ ഇത് വെള്ളം ഞാൻ വിളും. പിന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരും ഇതിന് നല്ലപോലെ സഹായിച്ച് കാര്യമൊക്കെ ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നു. ഇത് നമ്മൾ കൃത്രിമ വളമൊന്നും ഇനി ചെയ്യാറില്ല. ഇത് നമ്മൾ ചാണകപ്പൊടിയും പിന്നെ അല്ലാത്ത വളം ഇവിടുന്ന് കിട്ടുന്നതും പഞ്ചായത്തിൽ നിന്ന് തരുന്നതും ആ വളങ്ങളൊക്കെ മാത്രമേ ഇതിന് ഉപയോഗിക്കാറുള്ളൂ. ഉണ്ട്. അദ്ദേഹം ആദ്യമേ ചോളം ഇട്ടപ്പം അദ്ദേഹം അവിടുന്ന് വന്ന് ഇതിലെ പോയപ്പോൾ കണ്ട് പിന്നെ എന്നെ വിളിച്ച്, ഞങ്ങളെ 2 പേരെയും വിളിച്ച് അവിടെ വിളിച്ച് അക്കൗണ്ട് നമ്പരും എല്ലാം കൊടു എന്ന് പറഞ്ഞ് വളവും കാര്യങ്ങളൊക്കെ അവർ സഹായിക്കാറുണ്ട്. ഇപ്പോഴും പറഞ്ഞ് ഇതായി കഴിയുമ്പോഴത്തേ ഇനി ഏപ്രിലാകും, അപ്പോൾ അത് വേണ്ട പ്രോത്സാഹനം നമ്മൾ തരാം. ഇത് ഇവിടെ അടുത്തെങ്ങും ഇതുപോലെ ഒരു കൃഷി ഇവിടെങ്ങും ഇല്ല. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്കും കാണുമ്പോൾ നല്ല സന്തോഷമാണ്. പിന്നെ മുളകുണ്ട്. പിന്നെ വേറെ ഒരു പഞ്ഞിപ്പില്ല്, അത് കഴിഞ്ഞ പ്രാവശ്യം 15 കിലോയോളം നമ്മൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് എടുത്ത് അത് നമ്മൾ മില്ലിൽ കൊണ്ടുവന്ന് പൊടിപ്പിച്ച് ഇലയപ്പം മാതിരി ദോശ ഉണ്ടാക്കുമായിരുന്നു, അരിയായിരുന്നു, അങ്ങനെ കഴിക്കുമായിരുന്നു. പഞ്ഞിപ്പില്ലുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള മൂളി, തക്കാളിക്ക ഇവിടെ ചിലയിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മൂളി എന്ന് പറയുന്നതും ഈ കാര്യങ്ങളൊന്നും ഇവിടെ പൊതുവായിട്ട് കാണാറില്ല. പിന്നെ മുളക് 3-4 സൈസിലേ ഉണ്ട്. വൈഫാണ്. ഞാൻ പ്രായമൊക്കെ ആയില്ലയോ, എനിക്ക് ഇതിൻ്റെ കൂടെ ഓടി നടക്കാൻ വയ്യാത്തതുകൊണ്ട് കഴുകിൻ്റെയൊക്കെ ഞാൻ സഹായിക്കും. പിന്നെ കടുകിൻ്റെ ഇല തോരൻ വെക്കാൻ നമ്മുടെ പാലക്കിനെക്കാട്ടി നല്ലതാണ്. എല്ലാവർക്കും കൊടുത്ത് അവരെല്ലാം ഇത് കടുവ എന്ന് പറയുമ്പോൾ ആർക്കും അറിയത്തില്ല. പാലക്കാണ്. ഇനി പാലക്ക കൊണ്ട് വെച്ചിട്ട് തരാനെന്ന് ചോദിക്കും. അത്ര ടേസ്റ്റിയാണ്. അത് വെക്കേണ്ട പോലെ വെച്ചാൽ സാധാരണ നമ്മൾ മുരിങ്ങയില തോരൻ വെക്കുന്നത് അല്ലെങ്കിൽ അതേമാതിരി വെച്ചാൽ നല്ല ടേസ്റ്റ്.
മണ്ണിനെ അറിഞ്ഞ് കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഈ കുടുംബത്തിന് വാർഡ് മെമ്പറും തെക്കേക്കര പഞ്ചായത്ത് കൃഷിഭവനും സപ്പോർട്ടായി ഒപ്പമുണ്ട്. ആ സന്തോഷം വാർഡ് മെമ്പറും ഒരു മനോസിന് മുന്നിൽ പങ്കുവച്ചു. തെക്കേക്കര പഞ്ചായത്തിലെ കോട്ടമുക്ക് വാർഡ്, അതായത് എൻ്റെ വാർഡിലെ യശോധരഞ്ജൻ്റെ കൃഷിയിടമാണ് നമ്മൾ ഈ കണ്ടത്. ഇവിടെ യശോധരഞ്ജൻ്റെ ഭാര്യ ഒരു അരുണാചൽ പ്രദേശുകാരിയാണ്. പുള്ളിക്കാരിക്ക് ഈ കൃഷിയിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരി അവിടുന്ന് കുറേ വിത്തുകൾ കൊണ്ടുവന്ന്, അതായത് ചോളം, കടുക്, വിവിധങ്ങളായിട്ടുള്ള മുളക്, തക്കാളി, പാലൊക്കെ, പഞ്ഞിപ്പുല്ല്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുവഴി പോകുമ്പോൾ ഈ കൃഷിയിടം മൊത്തം ചോളമായിരുന്നു. ചോളം മാത്രമേ കൃഷിയുള്ളായിരുന്നു. അപ്പം നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ആരായാലും ഒന്ന് നോക്കുന്ന തരത്തിലുള്ള കൃഷിഭൂമിയായിരുന്നു ഇവിടെ കണ്ടത്. ചോളം എല്ലാം വിളഞ്ഞ് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും വളരെ കൗതുകം തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇപ്പം തന്നെ ഈ കൃഷിയെല്ലാം ചേട്ടൻ ഇവിടെ വിൽക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, അയലത്തുകാർക്ക് മൊത്തം ചേട്ടൻ കൊടുക്കുകയാണ്. കടുകിൻ്റെ ഇല, പാലക്കിൻ്റെ ഇല പോലെ തോരൻ വെക്കാനെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇനി വാങ്ങിച്ചുകൊണ്ട് പോയി തോരൻ വെച്ച് നോക്കിയിട്ട് വേണം എങ്ങനെ ഉണ്ടെന്നറിയാൻ. കഠിന പ്രയത്നമുണ്ടെങ്കിൽ വിജയിക്കുവാൻ കഴിയും എന്നതിന്റെ തെളിവാണ് ഇവരുടെ ഈ സംരംഭം. പണമുണ്ടാക്കാനുള്ള അത്യാഗ്രഹത്താൽ ഇപ്പോഴത്തെ സമൂഹം കാണിച്ചു കൂട്ടുന്ന വേണ്ടാതീനത്തിൽ നിന്നും മാറി മനസ്സിന് സന്തോഷവും തൃപ്തിയും നൽകുന്ന, മക്കൾക്ക് വിഷമില്ലാത്ത ഫുഡ് കൊടുക്കാൻ കഴിയുന്ന യശോധരനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും.